नमस्ते। आज की कक्षा में सबको स्वागत। നമ്മൾ പുതിയൊരു കവിതയാണ് നമ്മൾ എടുക്കുന്നത്. അരുൺ കമലിൻ്റെ പുത്ലിമേം സംസാർ എന്നുള്ള കവിതയാണ്. पिछले कक्षा में हमने हम भी साझीदार थे नामक कविता पढ़ा. ഇതിൽ അരുൺ കമലിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്കൊന്ന് നോക്കാം. अरुण कमल जन्म 15 फरवरी 1954 को नासरीगंज रोहतास बिहार में. ബീഹാറിലെ നാസരിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, റോഹ്താസ് അല്ലെങ്കിൽ ബീഹാറിലെ നാസരിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് 1954 ഫെബ്രുവരി 15 അരുൺ കമൽ ജനിച്ചു. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ വെബിനാറിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നല്ലൊരു കവിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇത് നോക്കാം. പ്രകാശിത സാഹിത്യം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. 4 കവിതാ പുസ്തകം, 4 കവിതാ പുസ്തകങ്ങളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. അപ്നി കേവൽദാർ, സബൂത്ത്, നയേ ഇലാക്കെ മേം, പുത്ലി മേ സംസാർ തഥാ മേ വോ ശംഖ് മഹാശംഖ്. അപ്പോൾ ഇതിൽ നമ്മൾ പുത്ലി മേ സംസാർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര്. അതാണ്. അതിൽ പുത്ലി മേ സംസാർ എന്നുള്ളത് അരുൺ കമലിൻ്റെ 4ാമത്തെ കവിതാ പുസ്തകമാണ്. 4 കവിതാ പുസ്തകം. അതിൽ നാലാമതായിട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് പുത്ലി മേ സംസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? അപ്നി കേവൽദാർ, സബൂത്ത്, നയേ ഇലാക്കെ മേ, പുത്ലി മേ സംസാർ, മേ വോ ശംഖ് മഹാശംഖ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്ത കവിതാ പുസ്തകങ്ങൾ. ഈ 2 ആലോചനാ പുസ്തകം, വിമർശന പുസ്തകങ്ങളാണ്. കവിത അവർ സമയ് തഥാ ഗോൾമേജ്. ഇപ്പോൾ 2 ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള 2 പുസ്തകങ്ങൾ വിമർശന പുസ്തകങ്ങളാണ്. അതൊന്ന് കവിത അവർ സമയമാണ്, രണ്ടാമത്തെ ഗോൾമേജ് എന്ന് പറയുന്നതാണ്. ഇനി സാക്ഷാത്കാർക്ക് ഏക്ക് പുസ്തകം. സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതാണ് കഥോപകഥൽ എന്ന് പറയുന്നത്. ഇനി സമകാലീൻ കവിയോം പർ നിബന്ധോക്ക് ഏക്ക് പുസ്തകം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാനകാലത്തിലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കവികളുടെ ഒരു കവിയോം പർ നിബന്ധോക്ക് ഏക്ക് പുസ്തകം. അപ്പോൾ ആ കവികളെക്കുറിച്ച് ഒരു എസ്സേ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്, ഉപന്യാസ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കവികളെക്കുറിച്ചുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പേരാണ് ദുഃഖി ചെഹരോം കാ ശൃംഗാർ പ്രസ്താവിത്. ദുഃഖി ചെഹരോം കാ ശൃംഗാർ പ്രസ്താവിത് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ അംഗ്രേസി മേ സമകാലീൻ ഭാരതീയ കവിതാക്കെ അനുവാദം കി ഏക്ക് പുസ്തകം. ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ നമ്മുടെ ഭാരതീയ കവിതകളിലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ. അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് ഇംഗ്ലീഷിലെ പുസ്തകമാണത്. വോയ്സേജ് വിയറ്റ്നാമി കവി തോഹു കി കവിതാവും തഥാ ടിപ്പണിയോം കി അനുവാദ പുസ്തിക. വോയ്സേജ് വിയറ്റ്നാമി കവി തോഹുവിൻ്റെ, വോയ്സേജ് എന്ന് പറയുന്നത് വിയറ്റ്നാമി കവിയായ തോഹുവിൻ്റെ കവിതകൾ, അതുപോലെ ആസ്വാദനക്കുറിപ്പ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം. साथ ही मायस्कोव्स्की की आत्मकथा के अनुवाद एवं अनेक देशी विदेशी कविताओं के अनुवाद. അതോടൊപ്പം തന്നെ മായസ്കോവ്സ്കിയുടെ ആത്മകഥ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനേക ദേശീയ വിദേശി കവിതകളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അനേക ദേശീയ വിദേശി ഭാഷാവോമേ കവിതായും തഥാ കവിതാ പുസ്തകം അനൂദിത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അനേക ദേശീയ വിദേശി ഭാഷാവോമേ, ഒരുപാട് വിദേശ ഭാഷകൾ, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷകളിലെ ഒരുപാട് കവിതകൾ അദ്ദേഹം, അതുപോലെ തന്നെ കവിതാ പുസ്തകങ്ങൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ആ മേഖലയിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 4 കവിതാ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നതാണ്
പുത്തലിമ സംസാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിറ്റിസിസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു നിബന്ധ കവികളെക്കുറിച്ചുള്ള ഒരു എസ്സേ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മുടെ ഇപ്പോഴത്തെ കവിതകൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഭാഷകളിലെ കവിതകളും കവിതാ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സമ്മാൻ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. കവിതാ കേലിയെ ഭാരത് ഭൂഷൺ അഗ്രവാൾ സ്മൃതി പുരസ്കാർ. ഭാരത് ഭൂഷൺ അഗ്രവാൾ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് സ്മൃതി പുരസ്കാർ. അതുപോലെ തന്നെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശ്രീകാന്ത് വർമ്മ സ്മൃതി പുരസ്കാർ, ശ്രീകാന്ത് വർമ്മയുടെ പേരിലുള്ള പുരസ്കാരമുണ്ട്. രഘുവീർ സഹായ് സ്മൃതി പുരസ്കാർ, രഘുവീർ സഹായ് അതൊക്കെ സാഹിത്യകാരന്മാരാണ്, അവരുടെ പേരിലുള്ള പുരസ്കാരങ്ങളാണ് പറയുന്നത്. രഘുവീർ സഹായ് സ്മൃതി പുരസ്കാറുണ്ട്. ശംശേർ സമ്മാനുണ്ട്. അതുപോലെ തന്നെ നയേ ഇലാക്കെ മേ പുസ്തക കെ ലിയെ 1998 का സാഹിത്യ അക്കാദമി പുരസ്കാർ. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ, സാഹിത്യകാരന്മാരുടെ പേരിലുള്ള ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. അതുപോലെ സോവിയറ്റിലെ നെഹ്റു അവാർഡുണ്ട്. ഇത് കൂടാതെ നയേ ഇലാക്കേം എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ്, കവിതാ പുസ്തകമാണ് നയേ ഇലാക്കേം എന്ന് പറയുന്നത്. ആ നയേ ഇലാക്കേം എന്ന് പറയുന്ന പുസ്തകത്തിന് 1998 സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയ രചന എന്ന് പറയുന്നത് നയേ ഇലാക്കേമേം എന്നുള്ള രചനയ്ക്കാണ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. डॉक्टर नामवर सिंह के प्रधान संपादकत्व में आलोचना का संपादन सहस्राब्दी अंक 22. ഇപ്പോൾ ഇവിടെ ഡോക്ടർ നാമോർ സിംഗിൻ്റെ മുഖ്യ എഡിറ്ററായിട്ട് ഒരു വിമർശന പുസ്തകം തന്നെ, അല്ലെങ്കിൽ വിമർശനത്തിൻ്റേതായിട്ടുള്ള ഒരു പത്രത്തിൽ തന്നെ ഒരു ഭാഗം അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രധാന സമ്പാദകത്വമേ നാമോർ സിംഗ് എഴുത്തുകാരനാണ്, കഥകൾ അതുപോലെ തന്നെ എസ്സേ ഒക്കെ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അതിൽ എന്താ പറയുക എഡിറ്റോറിയലിൽ ഒരു ക്രിറ്റിസിസം എന്നുള്ളതും ചെയ്തിട്ടുണ്ട്. സഹസ്രാബ്ദി അങ്ക് 22. സംപ്രതി ഇപ്പോൾ നവ് എന്നുള്ള അർത്ഥത്തിലാണ്. പട്ന വിശ്വവിദ്യാലയമേ അംഗ്രേസിക്ക് അധ്യാപകർ, പട്ന യൂണിവേഴ്സിറ്റിയിലെ അംഗ്രേസിക്ക് അധ്യാപകർ, ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും വെബിനാറിലൊക്കെ നമ്മൾ ഇന്നലത്തെ ഇതിലുണ്ടായിരുന്നു, അരുൺ കമ്മലാണ് അതിൽ പ്രധാന മുഖ്യ വക്ത എന്നുള്ള പേരിൽ അദ്ദേഹമാണ് കിടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ, അത് കൂടുതലായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന മേഖലയിൽ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത നമ്മൾ പറഞ്ഞു പുത്തലിമേ സംസാർ എന്നുള്ളത്. പുത്തലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്, കണ്ണിൻ്റെ ഉള്ളിലെ കൃഷ്ണമണിയാണ് പുത്തലി എന്ന് പറയുന്നത്. പുത്തലിമേ സംസാർ, അതായത് കൃഷ്ണമണിയുടെ ഉള്ളിലെ ലോകം എന്നുള്ളതാണ് കവിതയുടെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ കൃഷ്ണമണിയുടെ ഉള്ളിലെ ലോകം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മഹാഭാരതത്തിലെ, നമ്മുടെ ഇതിഹാസത്തിലെ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അരുൺ കമൽ ഇത് എഴുതിയിരിക്കുന്നത്. നമ്മളെ അർജുനൻ പറയുന്ന കാര്യമായിട്ടാണ് അവിടെ പറയുന്നത്. അർജുനൻ പറയുകയാണ്, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് പാഞ്ചാലി സ്വയംവരത്തിൽ ദ്രുപദ രാജാവിൻ്റെ അവിടെ ചെല്ലുമ്പോൾ, അർജുനൻ ചെല്ലുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. അതായത് ഒരു വലിയൊരു തൂണിൻ്റെ മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ ഉള്ളിലായിട്ട്, അതിൻ്റെ നടുക്കിലായിട്ട് ഒരു മത്സ്യം അല്ലെങ്കിൽ ഒരു പക്ഷി അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അത് കണ്ടീഷൻ ഇങ്ങനെയാണ്, അതിൻ്റെ കണ്ണിൽ എന്ത് ചെയ്യണം, 5 അമ്പ് ചെന്ന് തറയ്ക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് അമ്പ് എയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ അതല്ലെങ്കിൽ വെള്ളം പാത്രം നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ എണ്ണയിലേക്ക് നോക്കിയിട്ട് വേണം ഈ പക്ഷിയുടെ നേർക്ക് അല്ലെങ്കിൽ ഈ പക്ഷിയുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അവിടെ അമ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത്, ഇവിടെ നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അർജുനൻ പറയുന്നുണ്ട്, ഞാൻ കിളിയുടെ കണ്ണ് മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള എല്ലാം ഞാൻ കാണുന്നുണ്ട്, മരം കാണുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അവിടെ കോൺസെൻട്രേഷനാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ കൃഷ്ണമണിയെ മാത്രമാണ് ലക്ഷ്യമാക്കേണ്ടത്, പക്ഷേ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ടെന്ന് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ അർജുനൻ്റെ സ്ഥാനത്ത് കവി നിന്നുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അവിടെ സ്വയം, അതായത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൃഷ്ണമണിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ സ്വന്തം രൂപം തന്നെ, ആ പ്രതിബിംബം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ കവി അവിടെ അത്ഭുതപ്പെട്ടു പോകുന്നു, ആകെ ഞെട്ടുന്നു, ആകെ വിയർക്കുന്നു, കാലുകൾ ഉറക്കണില്ല, തൊണ്ട വരളുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കവി അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മഹാഭാരതത്തിലെ ആ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ അരുൺ കമൽ ഈ കവിത ചെയ്തിരിക്കുന്നത്. महाभारत इतिहास काव्य के एक महत्वपूर्ण संदर्भ से पुत्री में संसार का പ്രേരണ पाया है. ഈ കവിത എഴുതാനുള്ള പ്രേരണ അതിലെ ഒരു ഭാഗമാണ്. നമ്മൾ പറഞ്ഞു പാഞ്ചാലി സ്വയംവരത്തിന് ചെല്ലുമ്പോൾ അവിടെ ഒരു മത്സരം വയ്ക്കുന്നു, ആ ഒരു കണ്ടീഷനെ കുറിച്ചാണ് അത് പറയുന്നത്. इसका उद्घाटन महाभारत के ऐतिहासिक पात्र धनुर्धर अर्जुन तत्कालीन भारत के संदर्भ में प्रस्तुत करता है. അതായത് അവിടെ മഹാഭാരതത്തിലെ വളരെ ചരിത്ര പുരുഷനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള അർജുൻ, അവിടെ ഈ അർജുൻ തന്നെയാണ് ഇവിടെ നമ്മുടെ ഭാരതത്തിലെ ഇന്നത്തെ സന്ദർഭത്തിൽ അവിടെ കവി വ്യക്തമാക്കുന്നത്, അവതരിപ്പിക്കുന്നത് ഇവിടെ അർജുൻ തന്നെയാണ്. അതായത് യുദ്ധക്ഷേത്രമേ വിപക്ഷിക്കിടെ अपने बंधु और बांधवों को देखकर अर्जुन स्तंभित होते हैं और भगवान कृष्ण से कहते हैं. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് മഹാഭാരത യുദ്ധം, അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷൻ മത്സരം നടക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെ തന്നെ സ്വന്തം ബന്ധുജനങ്ങളെയൊക്കെ ചുറ്റും കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ, എല്ലാം കൊന്നൊടുക്കി അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവിടെ സ്തംഭിച്ച് നിൽക്കുന്ന അർജുനൻ പറയാണ്, ഇവിടെ മുഴുവൻ കാണുന്നത് അവനവൻ്റെ ബന്ധുക്കളെയാണ്. അപ്പോൾ ആ പറയുന്നൊരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ കോൺസെൻട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണേണ്ടത് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്, പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള എല്ലാം തന്നെ കാണുന്നു. നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കവിതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വില്ലാളി വീരനായ അർജുനൻ്റെ സ്ഥാനത്ത് കവി സ്വയം കവിയെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കവിതയിൽ വരുന്നത്. നോക്കാം. पुतली में संसार और मैं देखता हूँ तो मुझे केवल पुतली नहीं पूरी आंख दिख रही है गुरुदेव, और मछली और वह गंभा और आकाश और आप और ये सब जन धनुर्धर, इतनी भीड़ इतनी दुनिया, और मैं तो केवल नीचे ताक रहा हूँ तेल के कुंड में, फिर भी पूरा आकाश घूमता लग रहा है और मुझे मछली की पुत्री में घूमती एक और छवि दिख रही है देव. ഇവിടെ ഇതിൽ പറയുന്നത് പുത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമണി, കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് പുത്ലി എന്ന് പറയുന്നത്. ഇവിടെ धनुर्धर अर्जुन के स्थान पर कवि अपने को प्रतिष्ठित करते हैं और यहाँ लक्ष्य साधने वाले कवि कहते हैं यहाँ लक्ष्य स्थान पर ये चक्र के बीच पुतली है. ഇവിടെ ഈ ചക്രത്തിൻ്റെ, അതായത് ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ, ആ കറങ്ങുന്ന യന്ത്രത്തിൻ്റെ ഉള്ളിൽ കാണേണ്ടത് എന്താണ്? ഒരു കണ്ണിലെ കൃഷ്ണമണിയാണ് കാണേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് എന്താണെന്നുള്ളത് നോക്കാം. ഔർ മേൻ ദേഖ്താഹും, കവി പറയണ മേൻ ദേഖ്താഹും, ഞാൻ കാണുന്നു. എന്താ കാണുന്നത്? മുझे केवल पुतली नहीं पूरी आंख दिख रही है गुरुदेव. ഇവിടെ ഒരു മത്സരം നടത്താണ്, അമ്പെയ്ത്ത് മത്സരം നടത്തുന്നു. അവിടെ ദ്രോണാചാര്യ, ഗുരുദേവൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗുരുദേവനോട് പറയാണ് എന്താണ് കാണുന്നതെന്ന് ദ്രോണാചാര്യ ചോദിക്കുന്ന സമയത്ത് അർജുനൻ പറയാണ്, എന്താണ് പറയുന്നത്? മേ ദേഖ്താഹും, ഞാൻ കാണുന്നുണ്ട്. മുझे കേവൽ പുത്ലി നഹി, ഞാൻ കേവലം ഈ കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രമല്ല, പൂരി ആങ്ക് ദിഖ് രഹി ഹേ, അതായത് മുഴുവൻ കണ്ണും ഞാൻ കാണുന്നുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണി മാത്രമല്ല, കണ്ണ് മുഴുവനായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല ഔർ മച്ചലി ഔർ വഹ് ഗംഭ, ആ മത്സ്യത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി മാത്രമല്ല കണ്ണ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറയണത്
और മച്ചലി ആ മത്സ്യത്തെ മുഴുവനായിട്ടും കാണുന്നുണ്ട്. और वह खंबा ആ മത്സ്യത്തെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഖമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലർ, തൂണ്. ആ തൂണിൻ്റെ മുകളിൽ ഒരു ചക്രത്തിൻ്റെ ഉള്ളിലാണ് അതിനെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതും കാണുന്നുണ്ട്. और आकाश और ആബ് ये सब ജന്തനുർദർ പറയണേ ആകാശം കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചുറ്റും നോക്കുമ്പോൾ കാണുന്ന കാര്യം ഇതാണ്. ആകാശം കാണുന്നുണ്ട്, താങ്കളെ കാണുന്നുണ്ട്. യേ സബ് ജന്തനുർദർ അവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ള എല്ലാ വില്ലാളി വീരന്മാരായിട്ടുള്ള എല്ലാ ആളുകളെയും അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ മുഴുവനായിട്ടും കാണുന്നുണ്ട്. ഇത്തിനി ഭീഡ് ഇത്തിനി ദുനിയാം ഒരുപാട് ജനക്കൂട്ടം നിൽക്കുന്നുണ്ട്, ഒരുപാട് സൗണ്ട് വരുന്നുണ്ട്. ധ്വനി എന്ന് പറഞ്ഞ സൗണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ കാവ്യലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ സാധനമാണ് നമ്മൾ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ഈ സാഹിത്യ ലോകത്തിലായാലും എവിടെയായാലും ഇതെല്ലാം നമ്മുടെ ആക്റ്റീവായിട്ടിരിക്കണം. കാവ്യ സംസാരമേ സക്രിയഹേ. ഇപ്പോൾ ഓരോന്നും നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും എല്ലായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലക്ഷ്യസ്ഥാനത്തിരിക്കുന്ന കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. പക്ഷേ കവി പറയാണ് ഞാനിവിടെ കാണുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രമല്ല, കണ്ണ് മുഴുവനായിട്ടും കാണുന്നുണ്ട്, മത്സ്യത്തെ കാണുന്നുണ്ട്, ആ മത്സ്യത്തെ തൂക്കിയിട്ടിരിക്കുന്ന ആ തൂണിനെ കാണുന്നുണ്ട്, ആകാശം കാണുന്നുണ്ട്, അതിൻ്റെ പുറത്ത് താങ്കളെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ മത്സരിക്കാൻ വന്ന എല്ലാ വില്ലാളി വീരന്മാരെയും അവിടെ കാണുന്നുണ്ട്, ബന്ധുക്കളെ കാണുന്നുണ്ട്. ഇത്തിനി ഭീഡ് ഇത്തിനി ധ്വനിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ണുകൊണ്ട് ഇദ്ദേഹം കാണുന്നത് ഇവിടെ കവിയെ അവിടെ സങ്കല്പിക്കുകയാണ്. കവി പറയണേ ഇതെല്ലാം ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തിനി ഭീഡ് ഇത്തിനി ധ്വനിയാം. ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്, അതായത് ജനക്കൂട്ടം നിൽക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട്, അവരിൽ നിന്നുണ്ടാകുന്ന ധ്വനി, സൗണ്ട് ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. और मेम तो केवल नीचे ताक रहा हूँ तेल के कुंड में. तेल के कुंड എന്ന് പറഞ്ഞാൽ എണ്ണപ്പാത്രം. यहाँ अर्जुन तेल के कुंड में देखकर नीचे रखे हुए तेल के कुंड में देखकर निशाना बनने के लिए वे नीचे देख रहा हूँ. तेल के कुंड में देखकर लक्ष्य की ओर वह जा रहे हैं. ഇവിടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്, അതായത് താഴെ വെച്ചിട്ടുള്ള എണ്ണപ്പാത്രത്തിലേക്ക് നോക്കിയിട്ടാണ് ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്യത്തിലേക്ക് അമ്പ് ചെയ്യാനായിട്ട് അർജുനൻ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, അമ്പ് ചെയ്യാനായിട്ട് ആ മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ കിളിയുടെ കണ്ണിലേക്കാണ് അവിടെ ലക്ഷ്യം വെക്കേണ്ടത്. ആ ലക്ഷ്യം വെക്കണമെങ്കിൽ നോക്കേണ്ടത് താഴെ വെച്ചിട്ടുള്ള നീച്ചേരൊക്കെ ഹുവാ തെൽക്കെ കുണ്ടുമേൻ ദേഖ്തേ ഹുവേ, താഴെ വെച്ചിട്ടുള്ള എണ്ണപ്പാത്രത്തിൽ നോക്കിയിട്ട് വേണം എന്നാണ് പറയുന്നത്. യഹാം വാസ്തവമേ നിശാന ബന്നെ കെ ലിയെ या लक्ष्य में पहुँचने के लिए कवि यहाँ नीचे देख रहा हूँ. अर्जुन के स्थान पर कवि है. അർജുൻ്റെ സ്ഥാനത്ത് അവിടെ കവിയാണ്. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ നിശാന ബന്നെ के लिए या लक्ष्य में जाने के लिए पहुँचने के लिए यहाँ कवि नीचे देख रहा है. तब भी उस मछली की आंखों को देख रहा है. ഇവിടെ പറയുന്നുണ്ട് फिर भी पूरा आकाश घूमता लग रहा है और मुझे मछली की पुतली में घूमती एक और छवि दिख रही है देव. യഹാം ദേവ് ദ്രോണാചാര്യനാണ്, ഗുരുദേവൻ എന്ന് പറയുന്നത്. ഇവിടെ പറയണ അർജുനൻ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? उसके साथ ये मछली के आंखों के साथ पूरा आकाश भी देख रहा है. മുഴുവൻ ആകാശം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. और मुझे मछली की पुतली में घूमती एक और छवि दिख रही है देव. എന്ന് പറയണേ मछली की पुतली में घूमती हुई एक और रूप एक और छवि भी देख रही है. വേറൊരു രൂപം കൂടി, അതായത് ഈ മത്സ്യത്തിൻ്റെ എന്താ പറയുക കൃഷ്ണമണിയിലേക്ക് നോക്കുമ്പോൾ
അവിടെ കാണുന്നത് ആ കൃഷ്ണമണിയിൽ കൂടി അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ കൂടി വേറൊരു രൂപം അവിടെ കാണുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതാണ് തബി ഉസ് മച്ഛലി കി ആങ്കോ മേ ഏക് വിശേഷ രൂപ് യാ ഏക് പ്രതിബിംബ് മേ ദേഖ്താ ഹൂം. കവി പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രതിബിംബം അവിടെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്, ഒരു രൂപം അവിടെ കാണുന്നുണ്ടെന്ന് പറയുന്നത്. യേ കിസ്കി ചവി ഹേ, യേ കിസ്കാ രൂപ് ഹേ, യേ കിസ്കി ഛായ ഹേ, കിസ്കാ പ്രതിബിംബ് ഹേ. ഇത് ആരുടെ നിഴലാണ് അല്ലെങ്കിൽ ആരുടെ രൂപമാണ്? യഹാ മച്ഛലി കിസേ ദേഖ് രഹി ഹേ, ഈ മത്സ്യം ആരെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പറയാം ഹമാരെ ലിയേ ഏക് ലക്ഷ്യ ഹേ, നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. യഹാ ലക്ഷ്യം എന്ന് പറയുന്നത് യേ പുത്ലി ഹേ, ആങ്കോം കി പുത്ലി ഹേ. ലേക്കിൻ യഹാ ആങ്കോം കെ അലാവ യേ സബ് യഹാ ദേഖ് രഹി ഹേ. മച്ഛലി, खंबा, आकाश, गुरुदेव और सब धनुर्धर लोग, इसके बीड़, ये सब दुनिया, ये सब ये तेल के कुंड में देख रहा है. എണ്ണപാത്രത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. एक और छवि दिख रही है, देव किसकी छवि है? ये मछली किसे देख रही है? ये मछली. അപ്പോൾ हमारे लिए एक लक्ष्य है, उसकी प्राप्ति, लक्ष्य प्राप्ति हमारा कर्तव्य है. നമ്മൾ കാണേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്നാണ് അവിടെ കവി പറയുന്നത്. किसकी छवि है यह मछली किसे देख रही है? और कोई मुझे अनेक उसके भीतर से देख रहा है, मेरी पुतली पर इतनी छायाएं. तो यहाँ कवि पूछता है ये किसकी छवि है, ഇതാരുടെ രൂപമാണ്? കവി സോച്ച് രഹാ ഹേ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ये मछली में किसकी छवि किसका रूप देख रहा है. ഈ മത്സ്യത്തിൻ്റെ ഈ കൃഷ്ണമണിയുടെ ഉള്ളിൽ എന്തിൻ്റെ രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മച്ഛലി കിസേ ദേഖ് രഹി ഹേ, നോക്കുമ്പോൾ തോന്നാണ് മച്ഛലി ആരെയാണ്, ഈ മത്സ്യം ആരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതിലെന്തിൻ്റെ രൂപമാണ് അല്ലെങ്കിൽ ആരുടെ രൂപമാണ് കാണുന്നത്? और कोई मुझे उसके भीतर से देख रहा है, कवि को लग रहा है, കവിക്ക് തോന്നാണ്, എന്താ തോന്നുന്നത്? कोई मुझे उसके भीतर से देख रहा है, उस मछली के पुतली से कोई मुझे देख रहा है. ഈ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ നോക്കുമ്പോൾ തോന്നാണ് അവിടെ നിന്നിട്ട് ആരോ എന്നെ നോക്കുന്നതായിട്ട് കവിക്ക് അവിടെ തോന്നാണ്. कोई मुझे उसके भीतर से, ഈ മച്ഛലി की पुतली के भीतर से, ഈ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ നിന്ന് मुझे देख रहा है, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേരി പുത്ലി പർ ഇത്നി ഛായായേ. അപ്പോൾ നോക്കണ ആ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ ഒരുപാട് രൂപങ്ങൾ കാണുന്നുണ്ട്. ഇത്തിനി ഛായായും ഇത്തിനി രൂപ്, അതായത് ഒരുപാട് രൂപങ്ങൾ, ഒരുപാട് നിഴലുകൾ, ഒരുപാട് ശോഭ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ അതിൽ കാണുന്നുണ്ട്. മേരി പുത്ലി പർ ഇത്തിനി ഛായായും. ഇവിടെ നിശാനിക്ക് ആംഗമേം പ്രതിബിംബിത് അപ്പനെ രൂപ് കോ കവി ദേഖ് രഹാ ഹേ. ഈ ഇത് ലക്ഷ്യമാക്കിയിരിക്കുന്ന ആ കണ്ണിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രതിബിംബത്തിൽ കവിയുടെ രൂപം കാണുകയാണ്. ഈ രൂപക്കോ ദേക്കർ കവി ആശ്ചര്യമേപ്പെടുത്താ ഹേ. ആ രൂപം കാണുമ്പോൾ കവി ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചോദിക്കുകയാണ് ഹമാര ലക്ഷ്യ ക്യോം, ഹം കിസ് ലിയേ ആദി കാ പ്രശ്ന ഹമേ സചേത് കരേഗ. എന്ന് പറയണത് എന്താണ് ലക്ഷ്യം, എന്താണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കവിയുടെ ഉള്ളിൽ വരികയാണ്. ഈ മത്സ്യം ആരെ നോക്കുന്നു, അതിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ചോദ്യങ്ങൾ അവിടെ ഉള്ളിൽ വരികയാണ്. മേരി പുത്ലി പർ ഇത്തിനി ഛായായേ, ഇത്തിനി ബരൗനിയ, ഇത്തിനി പലക്കോം കി അലഗ് അലഗ് ഛായ. ബരൗനിയ എന്ന് പറഞ്ഞാൽ കൺപീലികൾ. ഇത്തിനി പലകോം കി, പലക എന്ന് പറഞ്ഞാൽ കൺപോളകൾ. ये मछली की आंखों की बरौनिया इतनी पलकों की अलग अलग छाया देख रही है.
ആ കൺപോളകൾ, ഒരുപാട് കൺപീലികൾ, അതുപോലെ തന്നെ ഒരുപാട് കൺപോളകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ. അതായത് ഒരാളെ മാത്രമല്ല കാണുന്നത്, ആ മത്സ്യത്തെ നോക്കും, മത്സ്യത്തിന് മാത്രമല്ല അതിൻ്റെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കോൺസെൻട്രേഷൻ അവിടെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. എന്തിനെയാണോ ലക്ഷ്യമാക്കിയത് അത് കൃത്യമായിട്ട് കാണാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. മേരി മുജെ മച്ചിലേക്ക് നദിക്ക് ഗന്ധ ലഗ് രഹി ഹി ദേവ്. നമ്മൾ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള, ആദ്യം നമ്മൾ പറഞ്ഞു കണ്ണിലെ കൃഷ്ണമണി, അതായത് കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറയണേ മുജെ മച്ചിലേക്ക് നദിക്ക് ഗന്ധ ലഗ് രഹി ഹി ദേവ്. ദേവനോട് പറയാണ്, ആചാര്യനോട് പറയണം എന്താണ്, മച്ചിലേക്ക് നദിക്ക് ഗന്ധ്, ആ മത്സ്യം കിടക്കുന്ന നദിയിലെ ഗന്ധം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. മുझे നദി മേ പടി ഹുയി മച്ഛലി കി ഗന്ധ്, അല്ലെങ്കിൽ മച്ഛലി കി നദി കി ഗന്ധ് ലഗ് രഹി ഹി. ആ മത്സ്യത്തിൻ്റെ ഗന്ധം, ആ ഗന്ധമുള്ള നദിയുടെ ഗന്ധം, ഇതെല്ലാം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. മേരി ദേഹ് മേ ഇത്തനി ഗുദ്ഗുദി, ഇത്തനെ ഗെട്ടോം ഇത്തനെ ഠേലോം വര ദേഹ് മേ യേ കൈസ കമ്പൻ. എന്താ പറയുന്നത്, മേരി ദേഹ് മേ ഇത്തനി ഗുദ്ഗുദി തന്നെ കോരിത്തെരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് എല്ലാം കാണാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനും മനസ്സിലാക്കാനൊക്കെ ഇവിടെ സാധിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മങ്ങളുണ്ടെന്ന് പറയുന്നത്. മേരി ദേഹ് മേ ഇത്തനി ഗുദ്ഗുദി ഹോത്തി ഹേ, എൻ്റെ ശരീരത്തിൽ ആകെ പാടെന്താ പറയുക, ഒരു കോരിത്തെരിപ്പ് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തനി ഗട്ടോം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇത്തനെ ഢേലോംബര എന്നാൽ ഉയർച്ചയും താഴ്ചയും ഉള്ളത്, തട്ടായിട്ടുള്ളത്. അപ്പോൾ പറയണേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇത്രയും ശക്തമായിട്ടുള്ള, ഇത്രയും ഉയർച്ചയും താഴ്ചയുമുള്ള എൻ്റെ ശരീരത്തിലെ ഈ കൈസ കമ്പൻ ഹോത്താ ഹേ, ഇതെന്താണ് ഇങ്ങനെ എനിക്ക് വിറയൽ അനുഭവപ്പെടുന്നത്. കമ്പൻ എന്ന് പറഞ്ഞാൽ വിറയൽ. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ മച്ചിലേക്ക് പുത്തിലേമേ യേ സബ് ദേക്കർ, ആ മത്സ്യത്തിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മേര ഇത്തന ബഡ और ठहरों बरी देह में കമ്പൻ ഹോത്താ ഹേ, ആശ്ചര്യം തോന്നുന്നു, എൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ പറയണേ യഹാം കവിക്ക് അസ്ലിയത്ത് പ്രതീത് ഹോത്താ ഹേ, അതായത് ശരിയായ രൂപം ആരാണെന്നുള്ള രൂപത്തെ അവിടെ കവിക്ക് വ്യക്തമായിട്ട് കൃഷ്ണമണിയിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേം സാരേ മന്ത്ര ഭൂലഹാഹോം യേ സബ് ദേക്കർ, ഇതെല്ലാം കണ്ടപ്പോൾ മേ പടേ ഹുയേ സാരേ മന്ത്ര ഭൂലഹാഹേ, അന്ന് മുൻപ് പഠിപ്പിച്ച എല്ലാ മന്ത്രങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം മറന്നുപോയി എന്ന് പറയുന്നത്. ഭൂൽ രഹാഹോം, മറന്നുപോയി. സാരി സിദ്ധി നിഷ്കാം ഹോ രഹി ഹേ, അന്ന് പഠിച്ച എല്ലാ സിദ്ധികളും നിഷ്കാം വ്യർത്ത് ഹോ രഹി ഹേ, അതെല്ലാം വെറുതെയായിട്ട് കവിക്ക് തോന്നാണ്. അപ്പോൾ അർജുനൻ്റെ സ്ഥാനത്ത് കവിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അർജുനന് അന്ന് എന്താണ് തോന്നിയത് അതേ അനുഭവം തന്നെയാണ് ഇവിടെ കവിയുടെ മനസ്സിലും തോന്നുന്നത്. അന്ന് പഠിച്ച എല്ലാ മന്ത്രങ്ങളും, ആ ഗുരുദേവനിൽ നിന്ന് പഠിച്ച എല്ലാ മന്ത്രങ്ങളും ഈ കാഴ്ച കണ്ടപ്പോൾ, ഇത്രയും ശക്തമായിട്ടുള്ള ശരീരമാണ്, സ്ട്രോങ് ആണ്, എന്നിട്ടും കൈകാലുകൾ വിറയ്ക്കുന്നു, എല്ലാ മന്ത്രങ്ങളും അവിടെ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ പഠിച്ച സാരി സിദ്ധി എല്ലാം നിഷ്കാം ഹോ ജാത്തി, എല്ലാം വ്യർത്ത് ഹോ ജാത്തി, എല്ലാം വെറുതെയായിട്ട് തീർന്നു. ढीली पड़ रही है उंगलियाँ पसीने से मुट्ठी का कसाव कम. പമ്പ് ചെയ്യാനായിട്ട് അസ്ത്രം ഇങ്ങനെ പിടിച്ച് ഞാൻ വലിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവർ പറയണേ ടീലി പട് രഹി ഹേ ഉംഗലിയ, ടീലി പടണെന്ന് പറഞ്ഞാൽ അയയ്യ, അതായത് ഇങ്ങനെ വിരൽ ഇങ്ങനെ മുറുക്കി ശക്തമായിട്ട് പിടിച്ചിട്ടുണ്ട്. പസീനേസെ മുട്ടിക്ക കസാവ് കം, കസാവ് എന്ന് പറഞ്ഞാൽ ആ മുറുക്കം, മുട്ടി എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ. പസീനേസെ, പസീന എന്ന് പറഞ്ഞാൽ വേർപ്പ്. അപ്പോൾ വേർപ്പ് കാരണം, അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ അവിടെ ആകെ എന്താ പറയുക, എല്ലാ മന്ത്രങ്ങളും മറന്നു, എല്ലാ കഴിവുകളും അവിടെ ഇല്ലാതെയായി. ആ അമ്പ് വെയ്യാനായിട്ട് പിടിച്ചിട്ടുള്ള ആ കൈ, അതിൻ്റെ പിടുത്തം, അതിൻ്റെ മുറുക്കം എന്ന് പറയുന്നത് വിയർപ്പ് കാരണം കുറഞ്ഞു. വിരലുകളിലെ ആ മുറുക്കൊക്കെ അവിടെ അഴഞ്ഞ്
ഇല്ലാതെയാവണ്. ടേലി ബഡ് രഹി ഹേ, അതിൻ്റെ ആ ശക്തമായി മുറുക്കി പിടിച്ചതൊക്കെ ആ മുറുകൽ അഴഞ്ഞു പോന്നു എന്ന് പറയുന്നത്. മേരെ പാവ് ഹിൽ രഹേ ഹേ കണ്ട് സൂക്ക് രഹാ ഹേ, എന്താ പറയുന്നത്? മേരെ പാവ്, എൻ്റെ കാലുകളൊക്കെ ഇളകാൻ തുടങ്ങി. അതായത് കാല് വെച്ചോടുത്തിരിക്കുന്നില്ല, സ്ഥിരമായി എന്ന് പറയുന്നത്. ഹിൽ രഹേ ഹേ, ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട് സൂക്ക് രഹാ ഹേ, തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂക്ന എന്ന് പറഞ്ഞാൽ ഡ്രൈ ആവുക. മുझे तो देखना था बस आंख का गोला, मुझे आंख का गोला मात्र देख रहा है. ഞാൻ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? കണ്ണിൻ്റെ ആ ഗോളാകൃതി, ആ കൃഷ്ണമണി, അത് മാത്രമാണ് ഞാൻ കാണേണ്ടതായിരുന്നത്. ആങ്ക് കാ ഗോള തോ ദേഖ്നാത്ത, അതായിരുന്നു കാണേണ്ടത്. അതിൻ്റെ കണ്ണ് മുഴുവൻ കാണേണ്ട ആവശ്യം, കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ കൃഷ്ണമണിയാണ് അവിടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ആ കൃഷ്ണമണി മാത്രമാണ് അവിടെ കാണേണ്ടതായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓർമ്മേ ഇത്ര അധിക സബ് കുച്ച് ക്യോം ദേഖ് രഹാ ഹും ദേവോ, അവിടെ ചോദിക്കുകയാണ്, ആചാര്യനോട് ചോദിക്കുകയാണ്, എന്താണ്? മേ ഇത്ര അധിക് ക്യോം ദേഖ് രഹാ ഹേ, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും അധികം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത്ര അധിക് സബ് കുച്ച്, അതായത് ആങ്ക പുത്ലി ഹി നഹീം, ആ കൃഷ്ണമണി മാത്രമല്ല, സബ് കുച്ച് ദേഖ് രഹാ ഹും, എല്ലാം, അതിനൊക്കെ കൂടുതലായിട്ട് അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ कवि अपना असलियत देखें तो कोई भी വ്യക്തി दूसरे पर कभी न टूट पड़ेगा. അതായത് കവിയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് കവിക്ക് വേറൊരു വ്യക്തി, അതായത് ആരും തന്നെ മറ്റൊരാളിൽ നമ്മൾ ഒരിക്കലും അവരെ തകർക്കാനോ ഇല്ലാതാക്കാനോ പാടില്ല എന്ന് ചിന്തിക്കുകയാണ്. അതായത് ആ ഒരു കൃഷ്ണമണിയെ ലക്ഷ്യമാക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളെയാണ് കാണുന്നത്, ഒരുപാട് കാര്യങ്ങളാണ് കാണുന്നത്. അപ്പനെക്കോ സമച്ന സാമാജിക് ജീവൻ കി സ്ഥിരത കാ മൂലതന്ത്ര ഹേ, നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുക, നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ആ മത്സ്യത്തിൻ്റെ കണ്ണുകളിൽ സ്വന്തം പ്രതിബിംബത്തെ തന്നെയാണ് അവിടെ കാണുന്നത്. അർജുനൻ കണ്ടതുപോലെ തന്നെ കവിയുടെ ഉള്ളിലും കവി കാണുന്നതാണ് എന്താണ്? അപ്പനെക്കോ പ്രതിബിംബ, സ്വന്തം പ്രതിബിംബത്തെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അപ്പനെക്കോ സമച്ന സാമാജിക ജീവൻ കി സ്ഥിരതാക്ക മൂലമന്ത്രഹ, നമ്മളെ തന്നെ സ്വയം തിരിച്ചറിയുക. അതാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ കവിതയിൽ പറയുന്ന കാര്യം തന്നെ പുത്ലിമേ സംസാരം. അതായത് ഒരു കൃഷ്ണമണിയുടെ ഉള്ളിൽ ഈ ലോകം മുഴുവൻ കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. പുത്ലീസെ സംസാർത്തക്ക്, അതായത് കൃഷ്ണമണിയിൽ നിന്ന് ഈ ലോകം മുഴുവനായിട്ട് കാണാനായിട്ട് അവിടെ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണമെന്ന് പറയുന്നത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതാണ് നമ്മുടെ പ്രതിബിംബം, അല്ലെങ്കിൽ നമ്മുടെ രൂപം തന്നെ കാണുമ്പോൾ നമ്മളിൽ തന്നെ ഒരു ഉണർവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ ആരാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. യഹ് സച്ചായി യഹാ ഈസ് കവിത കെ ദ്വാര അരുൺ കമൽ പ്രസ്തുത കർത്തേ ഹേ, ആ സത്യം എന്താണ്? അതായത് ആ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. ആ ഒരു സത്യത്തെയാണ് കവി നമ്മുടെ ഈ പുത്ലിമേ സംസാരം എന്ന് പറയുന്ന കവിതയിൽ കൂടി ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അരുൺ കമൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശിത് किया था, उसमें 14 कविता पुस्तक है पुत्री में संसार. हिंदी साहित्य अकादमी का पुरस्कार भी प्राप्त किया है. नए इलाके में नामक रचना के लिए प्राप्त किया है. आलोचना पुस्तक, निबंधों की एक पुस्तक, अंग्रेजी में समकालीन कविता के अनुवादों की पुस्तक, देशी विदेशी भाषाओं का कविताओं का पुस्तक अनुवाद किया था. नव संप्रति अब पटना विश्वविद्यालय में अंग्रेजी का अध्यापक है. यहाँ ഇതിൽ നമ്മൾ കാവ്യത്തിൻ്റെ ഒരു കാവ്യത്തിൻ്റെ, അതായത് നമ്മുടെ ഇതിൻ്റെ സാരാംശം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കതൊന്ന് നോക്കാം. കാവ്യസാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. अरुण कमल की कविता पुतली में संसार मानव मन के अंदर द्वंद्व, वर्तमान युग की भयानकता, शहरों की भीड़, गांव के निरीह लोगों की गरीबी आदि का जीवंत चित्रण करती है. ഈ പുത്ലിമേ സംസാറിലെ മനുഷ്യൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ,
നമ്മുടെ ഇന്നത്തെ ആ യുഗത്തിൻ്റെ ഭയാനകത, അതുപോലെ തന്നെ പട്ടണങ്ങളിലെ തിരക്ക്, ബഹളം, നിഷ്കളങ്കരായിട്ടുള്ള ഗ്രാമീണ ജനങ്ങൾ, അവരുടെ ദാരിദ്ര്യം, ഇതിൻ്റെയൊക്കെ ചിത്രമാണ് കവി ഇതിൽ പറയുന്നത്. അതായത് ആ പുത്രിയിൽ, അതായത് ആ ചെറിയൊരു കൃഷ്ണമണിയുടെ ഉള്ളിൽ ഈ ലോകത്തെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ബഹളങ്ങൾ, തിരക്കുകൾ, ആളുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പുത്ലി മേ സംസാർ മേ കവി की पुतली ही नहीं लगभग सभी ज्ञानेन्द्रियाँ आंग कान नाक त्वचा भी काव्य संसार में सक्रिय है. ഇവിടെ പറയുന്ന പുത്ലിമേ സംസാരിലെ കവി പറയുന്നുണ്ട്, ഈ കൃഷ്ണമണി മാത്രമല്ല നമ്മുടെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, ചെവി, മൂക്ക്, അതുപോലെ ത്വക്ക്, ഇതെല്ലാം ആക്റ്റീവാണ് നമ്മുടെ കാവ്യലോകത്തെന്ന് പറയുന്നത്. यहाँ आंख संसार के अनेक दृश्यों, दशाओं, छवियों आदि को देखती दिखाती है, तो कान अनेक ध्वनियों को सुनता, सहेजता, समझता है. ഇവിടെ നമ്മൾ ഓരോ അവയവങ്ങളുടെയും ധർമ്മം പറയുന്നുണ്ട്. കണ്ണ് നമുക്ക് ഒരുപാട് ദൃശ്യങ്ങൾ, അവസ്ഥകൾ, രൂപങ്ങൾ, അതെല്ലാം നമ്മൾ കാണുകയും കാണിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചെവിയാണെങ്കിൽ ഒരുപാട് ശബ്ദങ്ങൾ നമ്മളെ കേൾക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു. നാക്കോ നദിക്ക് ഗന്ധം ലഗ്രഹിക്കുക, ആ മത്സ്യം കിടന്നിരുന്ന നദിയുടെ ഗന്ധം മനസ്സിലാക്കാനായിട്ട് നമുക്ക് മൂക്ക് സാധിക്കുന്നു. ഇത്തനെ ഘട്ടോം ഇത്തനെ ടേലം സേ ബരി ദേഹമേ കമ്പൻ ഹോ രഹാ ഹേ. ഇവിടെ പറയുന്നുണ്ട്, എന്താണത് കാണുമ്പോൾ ശരീരത്തിൽ, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശരീരമാണ്, ഉയർച്ചയും താഴ്ചയും തട്ടുകളായിട്ട് തിരിച്ചുള്ള നമ്മുടെ ഈ ശരീരത്തിൻ്റെ പല ഭാഗത്തും എന്താണ് കമ്പൻ ഹോ രഹാ ഹേ, അതായത് അവിടെ ശരീരം വിറയ്ക്കുന്നു. അതുപോലെ തന്നെ സിഹരൻ ഹോ രഹി ഹേ, അവിടെ വിറയൽ അനുഭവപ്പെടുന്നു. യഹാ സ്വാതേന്ദ്രിയ ലഗ്ഭഗ് തടസ്ഥ ഹേ നിർവികാർ ഹേ. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നാവ് അവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു, അതുപോലെ ഒരു വികാരവുമില്ലാതെ നിർവികാരമായിട്ട് നിൽക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. ഷായദ് ഈ സംസാർ കാ സ്വാദ് ഫീക്കപ്പെടുക, ഒരു പക്ഷേ ഈ ലോകത്തിൻ്റെ തന്നെ സ്വാദ് എന്ന് പറയുന്നത് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്, മങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. അതഹ യേ കഹാ ജാ സക്താ ഹേ കി പുത്ലി മേ സംസാർ കാ സംസാർ സമ്പന്നത और സമൃദ്ധി की अनैतिक संस्कृति की नींव को मजबूरी देती है. അതുകൊണ്ട് കവിക്ക് പറയാൻ സാധിക്കുകയാണ്, എന്താണ് പുത്രിമേ സംസാർ, ഈ കൃഷ്ണമണിയുടെ ഉള്ളിലെ ലോകമെന്ന് പറയുന്നതിൽ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ സമ്പന്നത, സമൃദ്ധി, അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ അടിത്തറയ്ക്കാണ് അവിടെ ശക്തിപ്പെടുത്തേണ്ടത്. അല്ലാതെ അനൈതിക സംസ്കൃതിക്ക് നീവ്, അതായത് അധാർമികതയല്ല, അവിടെ ധാർമ്മികതയൊക്കെയാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പല ഖണ്ഡങ്ങളായിട്ട്, പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാണാനായിട്ട്, നമുക്ക് കാണിപ്പിക്കാനായിട്ട് നമ്മൾ വളരെയധികം പ്രയത്നിക്കേണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഇവിടെ രാജനീതിക്ക് അനൈതികത ഹേ, പൊളിറ്റിക്സിലൂടെ അധാർമികത കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഭയമുണ്ടാക്കുന്നുണ്ട്, വിപ്ലവങ്ങളുണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതിഹാസമുണ്ട്, പര്യാവരണമുണ്ട്, റിശ്ത, പ്രേം, ദുഃഖ്, ഭൂക്ക്, ഗരീബ്, ഗാവ്, ഷഹർ, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകളെ കാണാനുണ്ടെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹതാശ് ഓർ നിരാശ് ബിഹെ, നിരാശയുണ്ട്, ആശയുണ്ട്, ഇതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കവിതയിൽ കൂടി കവി പറയുന്നത്, നമ്മുടെ എന്തിനെയാണോ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്, എന്തിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതിന് അപ്പുറമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.